ട്രെയിലർ കണ്ട് ഞെട്ടിയതാണ്. ശരിക്കും ഇത് മലയാള സിനിമ തന്നെയാണോ എന്ന് സംശയം വേണ്ട. ഞെട്ടലിന് വിരാമിട്ട് ചിത്രം ഇന്ന് തിയേറ്ററിലെത്തി. പ്രശസ്ത എഡിറ്റർ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, പാർവതി, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം 2014 കലാപകാലത്ത് ഇറാഖിലകപ്പെട്ട മലയാളി നഴ്സുമാരുടെ തിരിച്ചുവരവിൻ്റെ കഥ പറയുന്നു. അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ളയുടെ സ്മരണയിൽ രാജേഷ് പിള്ളൈ ഫിലിംസ് കൂടെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഗംഭീരമാക്കിയ 5 കാരണങ്ങൾ. ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി സിനിമ എടുത്ത് പ്രേക്ഷകരിലെത്തിക്കുമ്പോൾ അതിലേറ്റവും ശക്തമാവേണ്ടത് തിരക്കഥ തന്നെയാണ്. ടേക്ക് ഓഫ് അതിനൊരു മികച്ച ഉദാഹരണമാണ്. സംവിധായകൻ മഹേഷ് നാരായണനും യുവ എഴുത്തുകാരൻ PV ഷാജികുമാറും ചേർന്നാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ഏച്ചുകെട്ടലും വലിപ്പിക്കലുമില്ലാതെ അതിനെ മികച്ചൊരു ചിത്രമാക്കിയതിൽ മഹേഷ് നാരായണന് നിറഞ്ഞ കൈയടി. തീർച്ചയായും ഇത് സംവിധായകൻ്റെ സിനിമയാണ്. ഇത് ആരുടെ സിനിമയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരുടെയും ചിത്രമാണ് ടേക്ക് ഓഫ്. സമീറയായി പാർവതിയും ഷഹീദായി കുഞ്ചാക്കോ ബോബനും മനോജായി ഫഹദ് ഫാസിലും നിറഞ്ഞു നിന്നപ്പോൾ കഥാപാത്രങ്ങളായി വന്നവരെല്ലാം അവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനങ്ങളുടെ കിടിലൻ കാഴ്ചയാണ് ടേക്ക് ഓഫ് സമ്മാനിക്കുന്നത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ് ടേക്ക് ഓഫിൻ്റേത്. കേരളത്തിൽ നിന്നും ഇറാഖിലോട്ടുള്ള സിനിമയുടെ പറിച്ചുനടൽ ശരിക്കും പ്രേക്ഷകനെയും ഇറാഖിലെ കാഴ്ചകളിലേക്ക് പറിച്ചു നടുന്നുണ്ട്. സാനു ജോൺ വർഗീസിന്റെ സിനിമാറ്റോഗ്രഫി, ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം, ഷാൻ റഹ്മാൻ സംഗീതം ചെയ്ത ഗാനങ്ങൾ, ഒപ്പിയെടുത്ത കാഴ്ചകളെ മനോഹരമായ ദൃശ്യങ്ങളാക്കി പാകപ്പെടുത്തിയ എഡിറ്റർ മഹേഷ് നാരായണൻ. തിയേറ്ററിൽ ഒരു മികച്ച ദൃശ്യാനുഭവം സമ്മാനിക്കുന്നുണ്ട് ടേക്ക് ഓഫ്. കാഴ്ചകൾ ഒരിക്കലും നിരാശയാക്കില്ല. നഴ്സുമാർ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാവുന്ന സമയത്ത് തന്നെ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമുക്കറിയാത്തതാണ്. മറ്റു രാജ്യങ്ങളൊക്കെയും അവർക്ക് നൽകുന്ന റെസ്പെക്റ്റും സാലറിയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് ആലോചിക്കേണ്ടതാണ്. അതിജീവനത്തിലേക്കുള്ള യാത്ര കൂടെയാണ് ഈ ചിത്രം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാത്രകളും കലാപകാലത്തെ അതിജീവനവുമൊക്കെ ഗംഭീരമായി തന്നെ സിനിമ പറയുന്നുണ്ട്. തെരഞ്ഞെടുത്ത വിഷയത്തോട് 100% നീതി പുലർത്തിയ സിനിമ. ഒരൊറ്റ വാക്കിൽ ടേക്ക് ഓഫിനെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമയ്ക്ക് ആസ്വാദനത്തിൻ്റെതായി കാഴ്ചകളെ മാറ്റാതെ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ജീവിതത്തിൻ്റെ പകർപ്പുകളാണ് എന്ന തലത്തിലേക്ക് കാഴ്ചകൾ മാറ്റപ്പെടുന്നു എന്നിടത്താണ് ടേക്ക് ഓഫ് സുന്ദരമാവുന്നത്. തീർച്ചയായും മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് ഈ ചിത്രം. സംവിധായകൻ മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫ് കൂടിയാണ് ചിത്രം. മലയാളത്തിന് എന്നും അഭിമാനിക്കാൻ ഒരു സിനിമ. തീർച്ചയായും തിയേറ്ററിൽ കാണുക. കോമഡി എന്നോ ആക്ഷൻ എന്നോ ത്രില്ലർ എന്നോ പറഞ്ഞ് ഒരു ഗണത്തിൽപ്പെടുത്താതെ സംവിധായകന്റെ വാക്കുകളെ കടമെടുത്താൽ സർവൈവൽ ത്രില്ലറാണ് ഈ ചിത്രം. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിന്റെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച സൈറ ബാനുവിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഈ ആഴ്ചയിലെ താരം ടേക്ക് ഓഫ് ആയിരിക്കുമെന്ന്. പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള സിനിമയായത്. അടുത്ത ആഴ്ച സിനിമാ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഹനീഫ് അദേനി മമ്മൂക്ക ടീമിൻ്റെ ഗ്രേറ്റ് ഫാദർ റിലീസാണ്. അടുത്ത ആഴ്ച അതിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.